വിശ്വസാഹിത്യത്തിലേക്ക് ഉയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ. 1933 ഓഗസ്റ്റ് 9 തൃശൂർ ജില്ലയിലെ പുനയൂർ കുളത്ത് ജനനം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യരചന ആരംഭിച്ചു. വളർത്തുമൃഗങ്ങൾ എന്ന കഥയിലൂടെ മലയാള സാഹിത്യ രംഗത്ത് MT ശ്രദ്ധ നേടി. MT കഥയിലും നോവലിലും സിനിമയിലും വേദിയിലും നിറഞ്ഞു നിന്നു. കഴിഞ്ഞ 7 പതിറ്റാണ്ടിലെ മലയാളികളുടെ അക്ഷര ജീവിതത്തെയും സ്വത്വബോധത്തെയും ആത്മാഭിമാനത്തെയും 2 അക്ഷരങ്ങളിലേക്ക് സംക്ഷേപിച്ചാൽ MT എന്ന് വായിക്കാം. MTയുടെ കഥാപാത്രങ്ങളിൽ പലതിലും മലയാളി അവനവനെ തന്നെ കണ്ടു. സ്വന്തം സ്വത്വവും ജീവിതത്തിന്റെ നിറഭേദങ്ങളും ഋതുഭേദങ്ങളും കണ്ടു. MT തന്റെ തൂലികയിലൂടെ ജീവനേകിയ ഏതാനും കഥാപാത്രങ്ങളിലൂടെ നമുക്ക് യാത്ര തുടരാം. MTയുടെ പ്രശസ്ത നോവൽ കാലം. 1950-70 കാലഘട്ടത്തിലെ കേരളീയ ജീവിതമാണ് ഈ കൃതി. കഥാനായകൻ സേതുവിന്റെ കഥയാണ് കാലം. കാലചക്രത്തിൽ സ്വത്വത്തെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം സേതുവിനെ വായനക്കാരുടെ സഹയാത്രികനാക്കി മാറ്റുന്ന കാലം. ഏകാന്തതകളുടെയും സംഘർഷം നിറഞ്ഞ മനസ്സുകളുടെയും അഭയകേന്ദ്രമാണ് മഞ്ഞ്. 1964 പ്രസിദ്ധീകരിച്ച നോവൽ. മഞ്ഞുമൂടിയ നൈനിറ്റാളിന്റെ പശ്ചാത്തലത്തിൽ കവിത പോലൊഴുകുന്ന ഈ നോവൽ വായനക്കാരിൽ അലിഞ്ഞു ചേരും. വരും വരാതിരിക്കില്ല എന്ന് ചൊല്ലി കാലം നമ്മെ ചിലത് ഓർമ്മിപ്പിക്കുന്നു. ബോർഡിംഗ് സ്കൂൾ അധ്യാപികയായ വിമല ടീച്ചറുടെ ജീവിതത്തിലൂടെ പിതാവിനെ അന്വേഷിച്ചലയുന്ന ബുദ്ധു എന്ന തോണിക്കാരനിലൂടെ മഞ്ഞ് വായനക്കാരിൽ വേറിട്ട അനുഭവം സൃഷ്ടിക്കുന്നു. ഇത് ഇരുട്ടിന്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധൻ മനോരോഗികളെ അത്യഗാധമായ സ്നേഹത്തോടെയും മാനുഷികതയോടെയും പരിചരിക്കേണ്ടതുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ച ഇന്ത്യൻ ഭാഷകളിലുണ്ടായ എക്കാലത്തെയും മികച്ച കഥ. MT എക്കാലത്തും മലയാള സാഹിത്യത്തിന്റെ വഴികാട്ടിയാണ്. നമ്മുടെ കഥാസാഹിത്യത്തിന്റെ വളർച്ചയെ ഉണർത്തുന്നതോടൊപ്പം സ്വന്തം രചനാ ലോകത്തെയും MT വികസിപ്പിച്ചു. ഇടവിട്ട മൗനങ്ങളിൽ നിന്ന് ശാശ്വതമായ മൗനത്തിലേക്ക് MT യാത്രയായി. MT ഇവിടം വിട്ടു പോയിട്ടില്ല. സ്വന്തം നിഴലുകളെ ഇവിടെ ഉപേക്ഷിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. ആ നിഴലുകൾ എക്കാലവും മലയാള സാഹിത്യ ലോകത്ത് അവശേഷിക്കും. മലയാളത്തിന്റെ ഹൃദയമായി മാറിയ MTക്ക് റയാൻ ഇന്റർനാഷണൽ ഗ്രീൻ സ്കൂളിന്റെ പ്രണാമം.